ഞങ്ങള് വാഗമണ്ണ് വന്നിട്ട് ഇവള് കാരണം കിട്ടിയൊരു ഹിഡൻ സ്പോട്ടാണ് ബാക്കിലുള്ളത്. നമ്മളെ ലൂസിഫർ ഒക്കെ ഷൂട്ട് ചെയ്ത ഡ്രാക്കുളപ്പള്ളി അങ്ങനെ അറിയപ്പെടുന്നേ. പേര് വേറെ എന്തോ ആണ് കേട്ടോ. എത്തിപ്പെടാൻ തന്നെ ഭയങ്കര പാടുപെട്ടു. കാരണം റോഡെല്ലാം ഭയങ്കര മോശമായിരുന്നു. ഞങ്ങളെ റിസോർട്ടിനുള്ള വഴി അല്ലാത്ത നല്ല അടിപൊളി റോഡൊക്കെ ഉണ്ട് ഇങ്ങോട്ടുള്ളത്. അധികം ആരും ഇങ്ങോട്ട് വരില്ല. ഞങ്ങൾ വന്നപ്പോ തന്നെ ആകെ ഒരു സ്കൂട്ടറിലൊരു കപ്പിള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴൊരു കാറ് വരുന്നുണ്ട്. വേറെ ആരും ഇല്ല ഇവിടെ. അപ്പോ അധികം ആരും വാഗമണ്ണിൽ വന്നാൽ എത്തിച്ചേരാത്തൊരു സ്ഥലമാണ് ഇത് അല്ലേ. അടിപൊളി ഒരു പള്ളി, നല്ല ലൂസിഫറിൽ വന്നതിന് ശേഷമാണ് ഈ പള്ളി ഫേമസ് ആയത്. അതെ, ഇതിന്റെ ചരിത്രം കൂടെ പഠിച്ചിട്ടുണ്ട്. അത് കൂടെ കുളമ്പേണ്ട ആവശ്യമില്ല. ഈ കാറിലെയും ഫുള്ള് കണ്ടിട്ടുണ്ട്. ഇപ്പൊ മഴ നിന്നു. ഞങ്ങളുടെ ഭാഗ്യം ഇതാണ്. ഇതുവരെ നല്ല മഴയായിരുന്നു. ഇപ്പൊ മഴയും നിന്നു. ഞങ്ങൾക്ക് അതുകൊണ്ട് അടിപൊളിയായിട്ട് വ്യൂ എടുക്കാൻ പറ്റും. ഇങ്ങോട്ട് വരുമ്പോ നമ്മള് ഉപ്പുതുറ ആ ഭാഗത്തുനിന്ന് വരുന്നത്. അവിടെ കുറച്ച് ഉള്ളേരിയക്ക് കുറച്ച് മോശം റോഡായിരുന്നെങ്കിലും കുറച്ച് ഇതിന്റെ അടുത്ത് എത്തുമ്പോഴേക്കൊക്കെ നല്ല മെയിൻ റോഡ് കിട്ടിട്ടോ. പക്ഷെ ഒരു മനുഷ്യനില്ലാത്ത നല്ല റോഡ്, പുതിയ റോഡ് അല്ലേ. വരുമ്പോ തന്നെ ചുറ്റോറും മറ്റേ എന്ത് ചെടിയായിരുന്നു കേട്ടോ, തേയില ചെടിയൊക്കെ. പശുവിനൊക്കെ കാണാൻ പറ്റി, നായനെ കാണാൻ പറ്റി അല്ലേ. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകും. അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളും ഞങ്ങൾ കാണിച്ചു തരാം. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പള്ളിയുടെ ഹൈലൈറ്റ് ആ മരമാണ് കേട്ടോ, ഉണങ്ങി നിൽക്കുന്നത്. ഒരു വൈകുന്നേരമൊക്കെ വരികയാണെങ്കിൽ ഒരു ശരിക്കും പറയുമ്പോ ഒരു ഡ്രാക്കുള പള്ളി പോലെ തന്നെ അല്ലേ. നോക്കി, ഇപ്പൊ ഇത് പുതുക്കി പണിഞ്ഞതാണ്. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇതിന്റെ ആ ലുക്കൊക്കെ നോക്കിയേ. ഇവിടെയാണ് മോഹൻലാൽ വന്നിട്ട് വരില്ലേ, എസ്തപ്പാനി എന്ന് പറഞ്ഞിട്ട് പേരക്കുണ്ടോ? ഈ മരാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ. കാണുമ്പോ തന്നെ പേടിയാവുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നല്ല വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ഒരു ഇതില്ല. ഇതാണ് ഇതിന്റെ സൈഡ് വ്യൂ ആണേ. ഇപ്പൊ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഞങ്ങൾ മാത്രമായിരുന്നു. പശുവും മാടൊന്നും ഇല്ലാത്തോണ്ട് അല്ലേ, മുമ്പൊന്നും ഇല്ലാത്തോണ്ട്. അവിടെ നല്ല മലയൊക്കെയാണ് കേട്ടോ ബാക്കിൽ. അതിൽ കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ല വ്യൂ ആണ്. പള്ളി ഇത്രയും അടിപൊളി പള്ളിയായിട്ട് ഉണ്ട്. ഇപ്പൊ വർക്കിംഗ് ആണ്. സൺഡേ ആണ് വരിക തോന്നുന്നു, അറിയത്തില്ല. നോക്കാം. ഇന്ന് പോരേട്ടക്ക് പേടിയാണ്. എന്താ സ്നേഹ പരിപാടി കഴിഞ്ഞില്ല എന്റെ എടുക്കല്. ഇന്നെ ട്രോളാ വരല്ലേ, അവിടെ എടുക്കുകയാണെങ്കിൽ എടുത്താ മതി. ഒരാൾ ഇവിടെ കല്ലു അടക്കിയപ്പോഴും പെറുക്കാൻ വേണ്ടി വന്നത്. ലിവി സ്നേഹം അരമണിക്കൂറായി വീഴും. വല്ലതും നടക്കുവോ പിള്ളേച്ച? എന്താ ക്രിയേറ്റിവിറ്റി, ഒരു കഴിവ് തന്നെ അല്ലേ. ഏയ്, താങ്കൾ എന്തിനു വന്നതാണ്? മൂക്കത്തൊക്കെ കൊതു അടിച്ചിരിക്കുന്നു. ലിവിയ എനിക്ക് വേണ്ട. മൂത്തുകുത്തി ഇതാ. അമ്മണിക്ക് സ്ഥലം നല്ലോണം ഇഷ്ടപ്പെട്ടു തോന്നുന്നു അല്ലേ. ലീവോ എന്താ കോടാലേ ഇങ്ങോട്ട് ഓടണേ വണ്ടി വരുന്നുണ്ടേ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ചെറിയ പശുവിനെ കണ്ടപ്പോൾ ലിവി കരയിലോട് അതിനെ കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി വണ്ടി നിർത്തിയതാണ്. പോരാത്തിന് ഞങ്ങൾ വരുന്ന വഴിക്ക് വാഗമൺ ടൗണിലും അവിടെ എല്ലായിടത്തും നല്ല കോടയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നിർത്താനൊന്നും കഴിഞ്ഞില്ല. അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാണ് വന്ന്. കാരണം നല്ല കോടയും കാര്യങ്ങളായി കഴിഞ്ഞാൽ അവന് ഇന്നലെ തന്നെ നല്ല കോട അടിച്ചിട്ട് ചെറിയൊരു ജലദോഷം ഉണ്ടായിരുന്നു. അപ്പം അവനെ ആലോചിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയില്ല. ഇപ്പോൾ അവിടുന്ന് ടൗണിൽ നിന്നൊക്കെ കുറച്ചുകൂടി വിട്ടു വന്നപ്പോൾ കോട കുറച്ച് ഒഴിവായപ്പോൾ ഞങ്ങളിവിടെ സൈഡാക്കിയതാണ്. ഈ പശുവിനെയും കൂടി കണ്ടപ്പോൾ. എങ്ങോട്ടാ പശു പോയോ? പശു പോകുമ്പോ അതിനെങ്ങനെ ചൂണ്ടി കാണിക്കണ്ടെന്ന്
പോയി. പശു, നായ ഒന്നിനും ഞങ്ങൾ വെറുതെ വിട്ടിട്ടില്ല ഈ ട്രിപ്പിൽ അല്ലേ കൂട്ടാ? അല്ലേ? പോയി പോയി ഇവിടെ വീടാ അത്. എങ്ങോട്ടാ? നമ്മളെ വീടല്ലേ, എങ്ങോട്ട് പോവാ? ആരെങ്കിലും ഉപേക്ഷിച്ചൊരു വീടല്ലേ അത്? അവിടെ പോയി വേണമെങ്കിൽ നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും ആ സ്റ്റെപ്പിലിരുന്ന്. ഇവിടെ ഒരു ഡോറൊക്കെ ഉണ്ട്. കറണ്ട് എന്തേലും ഉണ്ടോ? പറയാൻ പറ്റില്ല. കാട്ടുപന്നികളെ തുരത്താൻ വെച്ചതാവും. അപ്പൊ നാട്ടുപന്നികൾ ഇറങ്ങിയിട്ടുണ്ട് 2 നമുക്ക് ഡോറൊക്കെ തുറന്ന് ഉള്ളിലേക്ക് അങ്ങ് പോവും. ഓടിക്കും ആൾക്കാര്. ലീകൂട്ടാ, ലിവിയെ അതാ എന്താണ്? അതാ 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 ഉമ്പ. നമ്മളെ കുത്തുവോ? ഇങ്ങനെ ഇറങ്ങണ എന്ത് ഉമ്മയല്ല ഉമ്പ. അടി വാങ്ങി തരരുത് ടമ്മിണി, ലാസ്റ്റിക്ക് അതേ പറയാനുള്ളൂ. പേടിയുണ്ടോ? ലിവി ഉള്ളതുകൊണ്ട് നമുക്ക് തല്ലിട്ടില്ല കേട്ടാ. നമ്മള് 2 ആളും ആയിരുന്നപ്പാണെങ്കിൽ നമ്മളെ പല സ്ഥലത്തുനിന്ന് ഓടിച്ചു വിട്ടിട്ടില്ല. അതുപോലെ ഇപ്പൊ ഓടിക്കില്ല. ലിവി ഇല്ലേ? അണുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അടി കൊള്ളണേ ഞാനാവും. നിന്റെ വാക്കും കേട്ട് ഞാൻ പലപ്പോഴും വീട് എന്തിനാവൂലേ പൊളിച്ചത്? അന്നെ പോലെ വല്ലവരും പെണ്ണുങ്ങളും കെട്ടിയിട്ടുണ്ടാവും ഭർത്താക്കന്മാര്. അങ്ങടോ? എന്നാ പോവാം. നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാമല്ലോ എന്നാ? ഫോട്ടോ കിട്ടിയോ? ഫോട്ടോസ് കിട്ടി. എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയി. എന്താ അതിൻ്റെ ഉള്ളിലെ അവസ്ഥ? നല്ലതൊരു മരമൊക്കെ ഉണ്ട്. ഓ, മരം ഇവിടുന്ന് കാണാനല്ല, അവിടെ പോയി കണ്ടുപിടിച്ചതാവും. ട്രോളാൻ വേണ്ടി ഏട്ടാ ഈ വഴി പോയി കഴിഞ്ഞ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട്. ഇത് വണ്ടിയിൽ കേറി ഇരുന്ന മുതൽ പറഞ്ഞു ഹിഡൻ സ്പോട്ട്. ഏതൊക്കെ വിറക് വറക്കാൻ വന്ന ആളാ ലിവിയെ? അതിന് പറ്റിയൊരു കുപ്പായോ ലൂസാണ്. അപ്പോൾ ഞങ്ങളെ ഈ ട്രിപ്പ് ഞങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ തൃശ്ശൂർ മാപ്പ് ഇട്ടിട്ട് ഒറ്റ പോക്ക് അല്ലേ? ഇവിടെ അധികം കടന്നുറങ്ങും. ഇനി ഞാൻ ഇവിടുന്ന് എന്തായാലും ഇവിടുന്ന് ഒരു 180 കിലോമീറ്ററോളം ഉണ്ട്. ആ 180 കിലോമീറ്റർ എന്തായാലും ഡ്രൈവ് ചെയ്ത് പോകണം ഒറ്റയടിക്ക്. ഞങ്ങൾ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു 8 മണിക്ക് നിർത്തുക കഴിഞ്ഞാൽ കണ്ടിന്യൂ ആയിട്ട് പോകണം. കാരണം ഞങ്ങൾക്ക് ഇന്ന് വീട്ടിലെത്തണം. ഇനി ഞങ്ങൾക്ക് 4-5 ദിവസം ഞങ്ങൾ മുന്നിലുള്ളൂ. കുറേ പാക്ക് ചെയ്യാനുണ്ട്, സാധനങ്ങൾ വാങ്ങാനുണ്ട് അല്ലേ? കുറേ സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ഞങ്ങളെ ലിവി ആയിട്ടുള്ള ഞങ്ങളെ ഈ ലീവിന് ആദ്യത്തെയും അവസാനത്തെയും ട്രിപ്പാണ് അല്ലേ? എന്നാലും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ട്രിപ്പ് ഒരുപാട്. കാരണം ഈ ക്ലൈമറ്റും എല്ലാം കൊണ്ട് ഞങ്ങൾക്ക്. പക്ഷേ ഈ മഴ നിൽക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യായിരുന്നു. അധികം ഞങ്ങൾ അതാണ് ആ കോട്ടേജിലും ഇവിടെ തന്നെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് അല്ലേ? അല്ലെങ്കിൽ കുറെ സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യായിരുന്നു. അല്ലെങ്കിൽ രാവിലെ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. പക്ഷെ എന്നാലും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തു. നല്ല ഇഷ്ടപ്പെട്ടു അല്ലേ? അടിപൊളിയായിരുന്നു. ഇടുക്കി മാക്സിമം നമ്മൾ സ്പെൻഡ് ചെയ്തു. പിന്നെ വാഗമണ്ണ് വന്നു, കുറെ സ്ഥലങ്ങൾ പോയി നമ്മൾ അല്ലേ? ഒന്നാമത് നമ്മൾ ഇറക്കി വിട്ടു അവിടെ. വേണ്ട റോഡാ. ഒന്നാമത് നമ്മൾ ഇതിന് മുന്നേ കണ്ടു. ഇനി എന്തായാലും ഞങ്ങൾ പോവാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് വാഗമണ്ണ് നിർത്തിയിട്ട് 2-3 ചായപ്പൊടി എല്ലാം വാങ്ങി സ്നേഹിക്ക് വേണ്ടിയിട്ട്. കിലോന് 250 രൂപ. ലാഭമാണോ നഷ്ടമാണോന്ന് അറിയില്ല, അത് ടേസ്റ്റ് ഉണ്ടോയെന്നും അറിയില്ല. ഞങ്ങൾ ഇതേപോലെ എവിടേറ്റ് പോയി വാങ്ങിയിട്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല അല്ലേ? എവിടേറ്റ് വാങ്ങിയിട്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല. അപ്പം ഇതറിയില്ല ടേസ്റ്റ്. അപ്പം രണ്ട് കമ്പനിയുടെ ഞങ്ങൾ വേറെ വേറെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെ ഒന്നും ഞങ്ങൾ വാങ്ങിയിട്ടില്ല. ഞങ്ങൾ എൻ്റെ പെങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞ എനിക്ക് അത് വാങ്ങണം ഇത് വാങ്ങണം എന്നിട്ട് ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. ചായപ്പൊടി ഒന്നുമില്ല. ചായപ്പൊടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ റംബൂട്ടാൻ വാങ്ങി, അതുകൊണ്ട് വണ്ടിയിലിരിക്കുന്നു. അത് മാത്രമേ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ബാക്കിൽ കണ്ടാൽ കോട ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ നന്നായിട്ട്. ഇനി കുറച്ചിനൊന്നും കാണാൻ പറ്റൂല. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോവുകയാണ്. സ്നേഹ പോലെ നമുക്ക് എന്താ അവിടെ രണ്ടും പാടെ കാണിക്കണ്? പോവല്ലേ ലിവിയെ ബോബു ഉണ്ട്. ഇതാ ഇങ്ങോട്ട് വാ, പോവാ. പോലെ നമുക്ക് അപ്പോൾ എന്തായാലും അതുവരെ എല്ലാവർക്കും